അസ്സലാമു അലൈക്കും. നെന്നസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അതിനാദ്യം തന്നെ ഞാൻ ബീഫ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് നെയ്യും എല്ലോട് കൂടിയുള്ള ബീഫാണ് വേണ്ടത്. അപ്പോഴാണ് ഇതിൻ്റെ അടിപൊളി ടേസ്റ്റ്. ഇതിലേക്ക് ഞാൻ മസാലകൾ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ചെറിയുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. മുളക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യുക. അത് നല്ല അത്യാവശ്യം എരിവുള്ളതാണ്. ഇത്ര വേണ്ടെങ്കിൽ ഇത്ര ഇടണമെന്നില്ല. ഇതൊരു കിലോ ബീഫാണ്. ഇത് ഞാൻ മിക്സ് ചെയ്ത് മൺകലത്തിലാണ് വെക്കണത്. വിറകടുപ്പിൽ, കുക്കറിലൊന്നുമല്ല വെക്കണത്. ഇതിലേക്ക് ഞാൻ ഉള്ളി അരച്ച അരപ്പതോട് കൂടി തന്നെ വെള്ളം ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തത്. ഇതിഞ്ഞ് നന്നായി വേവിച്ചെടുക്കാം. ഈ ബീഫിന് അധികം വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടി അധികം വെള്ളം പാരാഞ്ഞത്. അതല്ലെങ്കിൽ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ അത് 3/4 വേവായിട്ടുണ്ട്. അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ ചെറുത് തീയിൽ വെന്ത് അതിൻ്റെ പ്രത്യേകത ടേസ്റ്റാണ്. നാടൻ രീതിയിലുള്ള വെപ്പാണ് ഞാൻ വെക്കണത്. ബീഫ് ഇതേ രീതിയിൽ തന്നെ വെക്കുകയാണെങ്കിൽ പൊറാട്ടയ്ക്കും പത്തിരിക്കൊക്കെ അടിപൊളി ടേസ്റ്റ്. കാരണം ഞാൻ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടി വെന്തിക്കണോ നോക്കി. കറക്റ്റ് വേവാണ്. ഇനി ഞാൻ വേറെ ഒരു പാനിൽ ഒരു പൊടി വാട്ടിയെടുക്കുകയാണ്. പൊടി എന്താ വെച്ചാൽ ഈന്തും പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈന്തും പൊടി ആരെയും കഴിച്ചിട്ടുണ്ടോ? 3.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഞാൻ. പാകത്തിന് ഉപ്പും. ഇതിഞ്ഞ് തിളച്ച് വരട്ടെ. ഈന്ത് അടിപൊളി ടേസ്റ്റാണ്. കഴിച്ചാൽ പിന്നെയും കഴിക്കാൻ തോന്നും. പക്ഷെ നമ്മളെ നാട്ടിലൊന്നും അത് അധികം കിട്ടാറില്ല. ഇതിപ്പോൾ വെള്ളം തിളച്ച് ഞാൻ പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 3 കപ്പ് ഈന്തും പൊടിയാണ് ഇട്ട് കൊടുത്തത്. 1 കപ്പിക്ക് അധികം വെള്ളത്തിന് ആവശ്യമില്ല. പത്തിരിക്ക് പൊടി എടുക്കണ 2 ഇരട്ടി വെള്ളം അങ്ങനെ നമ്മൾ എടുക്കേണ്ട ആ ഒരു ആവശ്യമില്ല. ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഇഷ്ടപ്പെടും. ഇതിഞ്ഞ് നന്നായി വേവിച്ചെടുക്കണം. ഇളക്കി വേവിച്ച് എടുത്തതിന് ശേഷമാണ് ഇനി ബാക്കി പരിപാടികളൊക്കെ. ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഈ ഈന്തെന്താന്ന് തന്നെ കുട്ടികൾ കണ്ടിട്ടില്ല. എൻ്റെ മക്കൾ എന്നെ കണ്ടിട്ടില്ല കേട്ടോ. അതാണ് സത്യം. എന്താ ഈ ഈന്ത് എന്നാണ് ചോദിക്കണത്. അപ്പം അത് ഞാൻ വേവിച്ചെടുക്കുകയാണ്. നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടണ അതേ രീതിയിൽ തന്നെ കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. വെള്ളം എത്ര വേണ്ടെന്നുള്ളൂ. അപ്പോൾ ഇത് പൊടി നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് സ്റ്റവ് ഓഫ് ആക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ അത് കുഴച്ചെടുക്കണത്. ഒന്നുകൂടി വേവട്ടെ എഴുതി 10 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ തുറന്ന് നോക്കി. അപ്പോഴും നല്ല ചൂടാണ്. കുഴക്കാൻ കഴിയണില്ല. അത്രക്ക് നല്ല ചൂടാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ഈന്തപ്പൊടി ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട്. ഇതേ രീതിയിലാണോ ഉണ്ടാക്കൽ? എനിക്കറിയുന്ന രീതിയാണ് ഞാൻ കാണിക്കണത്. ഞാൻ വേറെ ആരും ഉണ്ടാക്കിയതൊന്നും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. ഈ ചൂടോട് കൂടി തന്നെ ഞാനിത് കുഴച്ചെടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് എന്തായാലും ഇത് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റാണ് വരെ. ചൂടോടുക്കനെ കുഴക്കുകയാണ് ഏറ്റവും നല്ലത്.
ഇത് ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട്. ചിലവർക്ക് നല്ല ഇഷ്ടമാവും, ചിലവർക്ക് അധികം വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. എനിക്ക് നല്ല ഇഷ്ടമായി എന്തായാലും. ഞാൻ അധികമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല, കഴിച്ചപ്പോൾ നല്ല ഇഷ്ടമായി. ഇനി ഇതേപോലെ ചെറുതായിട്ട് റോൾ ചെയ്തെടുക്കാം. ചെറിയ കുഞ്ഞിപ്പിടി എന്നൊക്കെ പറയില്ലേ, ആ പിടി ഉണ്ടാക്കാനാണ്. ആദ്യം മൊത്തത്തിൽ ഇതേപോലെ റോൾ ചെയ്തെടുത്തേക്കാണ്, പിന്നെയാണ് ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്യണത്. കുഞ്ഞിപ്പിടി പായസം നമ്മൾ മത്തൻക്കും അങ്ങനെ പല വിധം ഉണ്ടാക്കുമല്ലോ കുഞ്ഞിപ്പിടി, അതേപോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കേണ്ടത്. ചെറുതായിട്ട് ചെറിയ ബോൾസ് ആക്കി ഉണ്ടാക്കാൻ വേണ്ടിയത്. ഞാൻ ഇതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കഴിയൂല എന്ന് കരുതിയിട്ട്. ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ ഞാനിത് കഴിഞ്ഞതിൻ്റെ ശേഷം റോൾ ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. കൈ കൊണ്ട് ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കി ചെയ്താലും മതി. ഞാൻ പെട്ടെന്നാവാനും വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇങ്ങനെ ആയാൽ അധികം സമയം കളയണ്ട. ഇത് ഫുള്ളായിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ഞാൻ ഫുള്ളും ഇങ്ങനെ ചെയ്ത് എടുത്ത് വെച്ചിട്ടോ. ഇനി അയച്ചിങ്ങന്ന് ഒന്നുകൂടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് ഒന്നും കൂടിയും തിളപ്പിച്ച് ഊറ്റണത്. ഇപ്പം ഞാൻ വെള്ളം തിളച്ചതിന് ശേഷം ഇതൊന്നും തിളപ്പിച്ച് ഊറ്റുകയാണ്. ഇതിൻ്റെ കട്ട് കളയാണെന്നാണ് പറയണത്, കട്ട് കളയാതെ കഴിക്കരുത് എന്നാണ് പറയണത്. അപ്പോൾ ഒന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ട് ഫ്രഷ് വെള്ളം കൊണ്ടൊന്ന് നന്നായി കഴുകിയതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ ബീഫിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈന്തുംപൊടി വാങ്ങാൻ കിട്ടുമെന്ന് പറയണേക്കാം. ഞാൻ വാങ്ങിയതല്ല, എൻ്റെ ഒരാൾ തന്നതാണ്. എനിക്ക് ആദ്യം തന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. വീണ്ടും ഞാൻ പിന്നെ അടുത്ത പ്രാവശ്യം കിട്ടുകയാണെങ്കിൽ എനിക്ക് തരുവേണ്ടി പറഞ്ഞാൽ അങ്ങനെ തന്നതാണിത്. അതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത്. വാങ്ങുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട്, എന്തായാലും ഇഷ്ടപ്പെടും. ഇത് പൊടി തിളച്ച് വരുമ്പോൾ ഇപ്പം ഇത് തിളപ്പിച്ച് ഊറ്റുകയെന്ന് പറയുന്നത് ഇതിൽ ഒരു കൊഴുപ്പ് ഇങ്ങനെ വരും, അത് കളയാൻ വേണ്ടിയത്. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ടല്ലോ, ആ ടൈമിന് ഇത് വെള്ളത്തിൻ്റെ കളർ തന്നെ മാറി. ഇപ്പോൾ ഇത് ഞാൻ ഇനി മാറ്റുകയാണ്. ഇതിലേക്ക് ഞാൻ ചെമ്പിലേക്ക് ഫുള്ളായിട്ട് ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാനിത് ഊറ്റി അരിച്ച് വരാം. ഇതിൻ്റെ മീതെ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കും ഞാൻ കഴുകിയിട്ട്. ഈ സമയം ഇനി ബീഫിലേക്ക് മസാലകളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പും മസാലകളൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്കൊന്നും ചേർക്കണില്ല. കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഇതിലേക്ക് ഫുള്ളായിട്ട് ഈന്തുംപൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫും കപ്പയും വെക്കുമല്ലോ, അതേ രീതിയിൽ തന്നെയാണ് വെക്കണത്. നെയ്യും എല്ലും ഇല്ല ബീഫാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൂട്ടുക. ഇനി ഇത് രണ്ടും പാടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായി മസാലകളൊക്കെ പിടിച്ചുകൊണ്ട് വരെ വേവിച്ചെടുക്കാം. അത് വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഉള്ളി മൂപ്പിച്ച് പാരാനും വേണ്ടിയിട്ട്, തൂമിച്ച് പാരുക പറയാമല്ലോ, അതിനും വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞെടുക്കാം, കൊച്ചുള്ളിന്ന്. ഇത് നന്നായി മൂപ്പിച്ച് പാരാണ് വേണ്ടിയത്. ഇതിന് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത് വെളിച്ചെണ്ണയാണ്, വേറെ ഓയിലുകളൊന്നും അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ചൂടോട് കൂടി കഴിക്കാനാണ് ടേസ്റ്റ്. ചൂടാറി കഴിഞ്ഞാൽ അത്രക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല.
അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഇപ്പം നന്നായി മൂത്തു. ഇനി ഇത് നന്നായി ഇളക്കിയതിൻ്റെ ശേഷം ഒരു 2 മിനിറ്റ് നമുക്കിത് അടച്ച് വെക്കണം. ഇതിൽ നമ്മളെ തൂമിച്ച ഇതൊക്കെ ഇതിലേക്ക് പിടിക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബൗളിലേക്ക് മാറ്റുകയാണ്. സർവിങ് ബൗളിലേക്കാണ് മാറ്റുന്നത്. ഇപ്പം കണ്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, കാണുന്നിലേറെ ടേസ്റ്റ് കഴിക്കാനുണ്ട്. അത്രക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ. വീഡിയോ കാണാം. ബൈ.